നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നതായി നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരേ അക്കങ്ങൾ, ഒരേ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആ ഒരവസ്ഥ, ഇതൊക്കെ വെറും യാദൃച്ഛികം മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നമ്മൾ ജീവിക്കുന്നത് അനന്തമായ ഒരു ഊർജ്ജപ്രവാഹത്തിന് നടുവിലാണ്. നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വല്ലാത്ത ഒരു സങ്കടത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കി ചോദിക്കാറുണ്ട്, എനിക്കൊരു വഴി കാണിച്ചു തരൂ എന്ന്. പ്രപഞ്ചം ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാറുമുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിന് നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല. അതിന് ശബ്ദങ്ങളില്ല, അക്ഷരങ്ങളില്ല, ഭാഷകളില്ല. പകരം അത് സംസാരിക്കുന്നത് ചില അടയാളങ്ങളിലൂടെയാണ്, ചില സവിശേഷമായ സൂചനകളിലൂടെയാണ്. ഈ സൂചനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ അക്ഷരാർത്ഥത്തിൽ മാറിമറിയും. നിർഭാഗ്യവശാൽ നമ്മുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നാം പലപ്പോഴും ഈ സൂചനകളെ ശ്രദ്ധിക്കാറില്ല. എപ്പോഴും മൊബൈൽ സ്ക്രീനുകളിലും തീരാത്ത ജോലിത്തിരക്കുകളിലും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിലും മുഴുകിയിരിക്കുന്ന നാം നമ്മുടെ ചുറ്റുപാടുകളെ പൂർണ്ണമായും അവഗണിക്കുന്നു. നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്ന പല സൂചനകളെയും വെറും യാദൃച്ഛികതകൾ എന്ന് വിളിച്ച് നമ്മൾ തള്ളിക്കളയുന്നു. എന്നാൽ സത്യമതല്ല. പ്രപഞ്ചം നിങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ ശരിയായ വഴിയിലൂടെ നയിക്കാനും സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾക്കനുസൃതമായി അതെപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശരിയായ വഴിയിലാണോ സഞ്ചരിക്കുന്നത്, അതോ തെറ്റായ തീരുമാനങ്ങളിലേക്കാണോ നിങ്ങൾ നീങ്ങുന്നത് എന്ന് കൃത്യമായി കാണിച്ചുതരാൻ പ്രപഞ്ചത്തിന് സാധിക്കും. ചിലപ്പോൾ അതൊരു ചെറിയ കാറ്റായി, ചിലപ്പോൾ ഒരു അപരിചിതന്റെ വാക്കുകളായി, ചിലപ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന ഒരു പാട്ടായി അത് നിങ്ങളിലേക്കെത്തുന്നു. ഈ സൂചനകളെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനായി നാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കേണ്ടതുണ്ട്. ചുറ്റുപാടുകളെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ആ വലിയ രഹസ്യ സന്ദേശങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ അടയാളങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സൂചന അക്കങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക അക്കങ്ങൾ ആവർത്തിച്ച് കാണാറുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾ ഫോണിലെ സമയം നോക്കുമ്പോൾ കൃത്യം 11:11 ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ 222 എന്നായിരിക്കാം. ഹോട്ടലിൽ നിന്ന് ബിൽ കിട്ടുമ്പോൾ അതിലെ തുക 333 എന്നായിരിക്കാം. ഇങ്ങനെ ഒരേ അക്കങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത് വെറുമൊരു യാദൃച്ഛികതയല്ല. ഇതിനെ പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് തന്നെ വിളിക്കാം. ഓരോ അക്കങ്ങൾക്കും ഓരോ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന്, 1ന്റെ ആവർത്തനം നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്നും നിങ്ങൾ ശരിയായ പാതയിലാണെന്നും പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ 2ന്റെ ആവർത്തനം സന്തുലിതാവസ്ഥയെയും വിശ്വാസത്തെയും കാണിക്കുന്നു. എല്ലാം ശരിയാകും, നിങ്ങൾ വിശ്വസിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്. ഇത്തരം അക്കങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ആ ചിന്തകൾക്ക് പ്രപഞ്ചം നൽകുന്ന മറുപടിയാണ് ആ അക്കങ്ങൾ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സൂചന അപ്രതീക്ഷിതമായ തടസ്സങ്ങളും കാലതാമസങ്ങളുമാണ്. നാം ഒരു കാര്യത്തിനായി കഠിനമായി പരിശ്രമിക്കുകയും അത് നടക്കാൻ പോകുന്ന അവസാന നിമിഷം എന്തെങ്കിലും തടസ്സം വന്ന് അത് മുടങ്ങുകയും ചെയ്യുന്നത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ബന്ധമായിരിക്കാം. അതെല്ലാം തകരുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തെ പഴിക്കും. എന്റെ മാത്രം കാര്യങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ സങ്കടപ്പെടും. എന്നാൽ അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വളരെ വലിയൊരു സൂചനയാണ്. നിങ്ങൾക്കിപ്പോൾ നിഷേധിക്കപ്പെട്ട ആ കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു ദുരന്തം വരുത്തിവെക്കുമായിരുന്നു എന്ന് പ്രപഞ്ചത്തിനറിയാം. അതുകൊണ്ടാണ് അവസാന നിമിഷം അത് നിങ്ങളിൽ നിന്ന് മാറ്റിയത്. നിങ്ങൾക്ക് ലഭിക്കുന്ന പല നിഷേധങ്ങളും അഥവാ തള്ളിക്കളയലുകളും നിങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രപഞ്ചമൊരുക്കുന്ന രക്ഷാകവചങ്ങളാണ്. ഒരു വാതിൽ അടയുന്നത് അതിലും വലിയ മറ്റൊരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിനു വേണ്ടിയാണ്. അതിനാൽ നിങ്ങളുടെ വഴിയിൽ വലിയ തടസ്സങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാതെ, ഇതിലും നല്ലതെന്തോ എനിക്ക് വരാനുണ്ട് എന്ന സൂചനയായി അതിനെ കാണുക. മൂന്നാമത്തെ സൂചന നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ശക്തമായ അവബോധം അഥവാ ഉൾവിളിയാണ്. ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ തോന്നാറില്ലേ? പുറമേ നോക്കുമ്പോൾ അവിടെ യാതൊരു പ്രശ്നവുമുണ്ടാകില്ല. ആ വ്യക്തി വളരെ നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു ചെറിയ ഭയം തോന്നും. കാണാത്തത്, നിങ്ങളുടെ ചെവികൾ കേൾക്കാത്തത് നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്നു. അത് അപകടത്തെ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ടാണ് യാതൊരു യുക്തിക്കും വിശദീകരിക്കാൻ കഴിയാത്ത ചില തോന്നലുകൾ നിങ്ങൾക്കുണ്ടാകുന്നത്. ഈ ഉൾവിളിയെ ഒരിക്കലും അവഗണിക്കരുത്. അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ്. അത് പിന്തുടർന്നാൽ പല വലിയ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
നാലാമത്തെ സൂചന ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങളാണ്. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുകയും അബോധമനസ്സ് ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് പ്രപഞ്ചത്തിന് നമ്മളോട് ഏറ്റവും എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ നിങ്ങൾ പരിഹരിക്കേണ്ട ചില പഴയ പ്രശ്നങ്ങളെക്കുറിച്ചോ ആകാം പ്രപഞ്ചം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നത്. ഒരേ സ്വപ്നം തന്നെ പല ദിവസങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വലിയൊരു സൂചനയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയങ്ങളെയാകാം അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പുതിയ വഴികളെക്കുറിച്ചാകാം അത് പറയുന്നത്. ചിലപ്പോൾ വെള്ളത്തിൽ വീഴുന്നതായും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഓടിക്കുന്നതായും നിങ്ങൾ സ്വപ്നം കണ്ടേക്കാം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്നും അവിടെ നിന്നും നിങ്ങൾ മാറേണ്ടതുണ്ടെന്നും പ്രപഞ്ചം നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. ഇത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് വെറുതെ തള്ളിക്കളയാതെ അത് എന്തിനെക്കുറിച്ചാണ് എന്ന് ആഴത്തിൽ ചിന്തിക്കുക. അഞ്ചാമത്തെ സൂചന വിചിത്രമായ യാദൃശ്ചികതകളാണ്. നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സുഹൃത്തിന്റെ ഒരു കോൾ നിങ്ങൾക്ക് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നത്തിന് ഉത്തരം തേടുകയാണ്. പെട്ടെന്ന് നിങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു അപരിചിതൻ മറ്റൊരാളോട് പറയുന്ന വാക്കുകളിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിനുള്ള കൃത്യമായ ഉത്തരം നിങ്ങൾ കേൾക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊരു പുസ്തകം തുറക്കുമ്പോൾ അതിലെ ആദ്യത്തെ വരി നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരമായിരിക്കും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ അതിശയിക്കാറുണ്ട്. ഇതെല്ലാം പ്രപഞ്ചമൊരുക്കുന്ന അത്ഭുതങ്ങളാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രപഞ്ചം പല വഴികളും ഉപയോഗിക്കുന്നു. നിങ്ങൾ ശരിയായ ഊർജ്ജത്തിൽ നിൽക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങളും തമ്മിലുള്ള ആശയവിനിമയം വളരെ വേഗത്തിൽ നടക്കുന്നു. ഇത്തരം യാദൃശ്ചികതകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും പ്രപഞ്ചത്തിന്റെ താളവും ഒന്നായിരിക്കുന്നു എന്നാണ്. ആറാമത്തെ സൂചന അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. ഇത് പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നിങ്ങളിൽ നിന്നകലാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ഒരു ബന്ധം തകരാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു നഷ്ടപ്പെടാം. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ നിന്ന് മാത്രം ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു പാത്രം നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ വെള്ളമൊഴിക്കാൻ കഴിയില്ല എന്നത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതും അതിമനോഹരവുമായ ചില കാര്യങ്ങൾ വരാനുണ്ട്. അതിനുവേണ്ടി പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ഇടം കണ്ടെത്തുകയാണ്. പഴയതിനെ കളഞ്ഞാൽ മാത്രമേ പുതിയതിന് വരാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഒട്ടും ഉപകാരപ്രദമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയുമാണ് പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റുന്നത്. ആ നിമിഷത്തിൽ അത് സങ്കടകരമായി തോന്നുമെങ്കിലും ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. ഏഴാമത്തെ സൂചന പ്രകൃതിയിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന സന്ദേശങ്ങളാണ്. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക പക്ഷി നിങ്ങളുടെ ജനലിനരികിൽ വന്ന് ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ അസാധാരണമായ രീതിയിൽ ഒരു മൃഗം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രകൃതിയും ജീവജാലങ്ങളും പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ മാധ്യമങ്ങളാണ്. വഴിയിൽ അപ്രതീക്ഷിതമായി മനോഹരമായ തൂവലുകൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ചിത്രശലഭങ്ങൾ വന്ന് പറക്കുന്നത് ഇതെല്ലാം വളരെ പോസിറ്റീവായ സൂചനകളാണ്. നിങ്ങൾ തനിച്ചല്ലെന്നും പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണ വലയം തീർത്തിട്ടുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളാണവ. നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ഓരോ ചെറിയ ചലനങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ അത് കേൾക്കുന്നു, ചിലർ അത് കേൾക്കാതെ നടന്നു നീങ്ങുന്നു. നിങ്ങൾ ഈ സൂചനകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം അനായാസമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കഠിനമായ പോരാട്ടങ്ങൾ അവസാനിക്കുകയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരികയും ചെയ്യും. കാരണം അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ എതിർദിശയിലല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനൊപ്പമാണ് നീന്തുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വലിയ സന്ദേശങ്ങളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ സൂചനകളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളത് കേൾക്കാൻ തയ്യാറാണോ?